ഇന്നത്തെ ടോപ്പിക് തദ്ധിതത്തെക്കുറിച്ച് ആണ്. നാമത്തിൽ നിന്നോ ഭേദകം അഥവാ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമമാണ് തദ്ധിതം. തദ്ധിതം 5 വിധത്തിൽ ആണ് ഉള്ളത്. തന്മാത്രാ തദ്ധിതം, തദ്വത് തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, പൂരണി തദ്ധിതം, സാർവനാമിക ദേശകാലാദി തദ്ധിതം എന്നിവയാണ് അവ. ഇതിൽ പൂരണി തദ്ധിതത്തെ വീണ്ടും സംഖ്യാതദ്ധിതം എന്ന് വേർതിരിക്കാം. ഇതിൽ നാമത്തിൽ നിന്നും ഉണ്ടായ പുതിയൊരു നാമത്തിന് ഉദാഹരണം ആണ് ദാശരഥി. ദശരഥൻ്റെ പുത്രൻ ആണ് ദാശരഥി. ദശരഥൻ എന്ന നാമത്തിൽ നിന്നും ആണ് പുതിയ നാമമായ ദാശരഥി ഉണ്ടായത്. വിശേഷണത്തിൽ നിന്നും ഉണ്ടായ പുതിയ നാമത്തിന് ഉദാഹരണം ആണ് സുന്ദരം. അനേകം ധർമ്മങ്ങളുള്ള ഒരു ധർമ്മിയിൽ നിന്ന് ഒരു ധർമ്മത്തെ വേർതിരിച്ച് കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. ഇതിന് ഉദാഹരണം ആണ് കറുത്ത നിറവും നരച്ച മുടിയും വണ്ണവും നല്ല ഉയരവും ഉള്ള ഒരു ആൾ. ഇതിൽ നിന്നും കറുത്ത നിറം മാത്രം എടുക്കാം, അതായത് അതുമാത്രം എടുക്കുന്നു. അതുമാത്രം എന്ന അർത്ഥത്തിലാണ് തന്മാത്രാ തദ്ധിതം ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും വിശേഷണത്തോടൊപ്പം ത്വം, തം, തനം, തരം, മാ എന്നീ പ്രത്യയങ്ങൾ ചേർന്നു വരുന്നതാണ് തന്മാത്രാ തദ്ധിതം. ഇതിന് ഉദാഹരണം ആണ് പുതുമ, പഴമ, മടയത്വം, മണ്ടത്തരം, വിഡ്ഢിത്തം എന്നിവ. അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്നും വരുന്നത് എന്ന അർത്ഥത്തിലാണ് തദ്വതദ്ധിതം ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും വിശേഷണത്തോടൊപ്പം അൻ, ഈ എന്നീ പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്നത് ആണ് തദ്വതദ്ധിതം. ഇതിന് ഉദാഹരണം ആണ് കൂനൻ, കൂനുള്ളവൻ, തെക്കു നിന്നും വരുന്നവൻ, തെക്കൻ. മലയാളത്തിലുള്ളത്, മലയാളി. പേരച്ചത്തോടൊപ്പം അഥവാ അപൂർണ ക്രിയയോടൊപ്പം പ്രത്യയങ്ങളായ അൻ, അൾ, തു എന്നിവ ചേരുമ്പോൾ കിട്ടുന്നതാണ് നാമനിർമ്മായി തദ്ധിതം. ഇതിന് ഉദാഹരണം ആണ് കണ്ടവൻ, വന്നു, തോറ്റവൾ എന്നിവ. കണ്ട എന്ന അപൂർണ ക്രിയയോടൊപ്പം അൻ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് കണ്ടവൻ. വന്ന എന്ന അപൂർണ ക്രിയയോടൊപ്പം തു എന്ന പ്രത്യയം ചേരുമ്പോൾ കിട്ടുന്നതാണ് വന്നു. തോറ്റ എന്ന അപൂർണ ക്രിയയോടൊപ്പം അൾ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് തോറ്റവൾ. സംഖ്യാനാമങ്ങളോടൊപ്പം ആം എന്ന പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് പൂരണി തദ്ധിതം. ഇതിന് ഉദാഹരണം ആണ് ഒന്നാം, രണ്ടാം എന്നിവ. 1 പ്ലസ് ആം ആണ് ഒന്നാം, 2 പ്ലസ് ആം ആണ് രണ്ടാം. സംഖ്യാവിശേഷണങ്ങളിൽ വരുന്ന നാമത്തോടൊപ്പം ലിംഗവചനങ്ങളായ വൻ, വൾ, വർ എന്നിവ ചേർന്ന് വരുന്ന തദ്ധിതമാണ് സംഖ്യാതദ്ധിതം. ഇതിന് ഉദാഹരണം ആണ് ഒരുവൾ, ഒരുവൻ, മൂവർ എന്നിവ. ആ, ഈ, എ എന്നീ ചുട്ടെഴുത്ത് സർവനാമങ്ങളോടൊപ്പം ഇങ്ങ്, ഇന്ന്, ഇത്ര എന്നിവ ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന തദ്ധിതമാണ് സാർവനാമിക ദേശകാലാദി തദ്ധിതം.
ഇതിന് ഉദാഹരണം ആണ് അത്ര, ഇത്ര, ഇന്ന്, അന്ന്, ഇങ്ങ്, അങ്ങ്, എത്ര, എങ്ങ് എന്നിവ. ഇങ്ങ് ചേർന്ന് വരുന്നത് ദേശത്തെയും ഇന്ന് ചേർന്ന് വരുന്നത് കാലത്തെയും ഇത്ര ചേർന്ന് വരുന്നത് അളവിനെയും സൂചിപ്പിക്കുന്നു.